തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കാം. മറ്റൊന്നുമില്ല, ഇതിൻ്റെ കഥാകൃത്ത് വന്നിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വായിച്ചു കഴിഞ്ഞിട്ട് ആൻഡോ ജോസഫ് ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്നപ്പോൾ പെട്ടെന്ന് ആരായിരിക്കണം നായിക എന്ന് തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഊർവശി നോക്കായിരുന്നു. ഇപ്പോൾ ഉള്ളതിൽ ആരെ നോക്കാം എന്നുള്ളതിൽ പലരുടെയും പേരിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അങ്ങനൊരു ഇളകി ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. പിന്നെ ശരിക്കും നമുക്ക് റിമി ടോമിയൊക്കെ ഇപ്പോൾ ഒരു ചെയ്യുന്നൊരു നിലത്ത് നിൽക്കാതെ ഇങ്ങനെ കടന്ന് തുള്ളിച്ചാടിക്കൊണ്ട് ചെയ്യുന്ന ടി വിയിലൊക്കെ ചെയ്യുന്ന പോലത്തെ റിമി പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നി. അപ്പോൾ പെട്ടെന്നാണ് ആൻഡ്രൂ ജോസഫ് വെച്ച് റിമിയോട് തന്നെ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞപ്പോൾ വേറെ ആരൊക്കെ ഇതിനു മുമ്പ് വിളിച്ചിട്ട് റിമി പോയിട്ടില്ല, സിനിമ ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് റിമിയെ വിളിക്കുന്നത്. ഫസ്റ്റ് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, റിമി ഒരു സിനിമയിൽ നമ്മുടെ കൂടെ അഭിനയിക്കുകയോ ചോദിച്ചു. അത് ചേട്ടാ എന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചെന്തോ. അപ്പം ഞാൻ പറഞ്ഞു എന്നെ എന്താ വിളിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഥാപാത്രത്തിന് ലേശം ഭ്രാന്തുണ്ട്, അത് നിന്നെപ്പോലെ ഒത്തിരി വേറെ ആളെ കിട്ടില്ല, അതുകൊണ്ടാണ് ലേശം വട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാം കുറച്ച് കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നു, എല്ലാം കുറച്ച് അധികമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. എന്നാൽ മനസ്സിലൊന്നുമില്ലാത്ത വളരെ ശുദ്ധമായിട്ടുള്ള പെൺകുട്ടിയുടെ ക്യാരക്ടറാണ്. ഡയറക്ടർ എന്ത് പ്രതീക്ഷിച്ചോ അതിനേക്കാളൊക്കെ ഒരു 100 മടങ്ങ് മുകളിലാണ് അധികം മേലെ അതാണ് റിമി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രത്തിന് 100% ആപ്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സെറ്റിലുള്ള പലർക്കും ചവിട്ടും തൊഴിയും പിച്ചും മാന്തും ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ എന്നെ കൊന്നേനെ, ഇന്നലെ ചത്തുപോയനെ ഞാൻ. അതായത് ഒരു പാട്ടിൻ്റെ ഒരു കട്ടില് ഇത്തിരി ഓവറായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ കഴുത്തിലൊരു ഷോൾ കിടക്കുന്നുണ്ട്. ആ ഷോൾ ഇങ്ങനെ തൈര് കടയുന്ന പോലെ ഇങ്ങനെ കാണിച്ചിട്ട് അവസാനം ഒരു റൗണ്ട് എടുത്തിട്ട് ഡം ആ നോട്ട് വരുമ്പോൾ തീരണം. അപ്പം ഞാൻ ടൈമിംഗ് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ 1 2 3 4 5 6 7 8. അപ്പോൾ എക്സെൻട്രിസിറ്റി കൂടിയിട്ട് എന്താണെന്നറിയില്ല, തേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് കുറച്ച് ഇളക്കം കൂടിയിട്ട് എന്ന് കാണിച്ചിട്ട് ഇട്ട് ഒരൊറ്റ വലിയ എൻ്റെ ഇവിടെ മുറുക്കി. ആ മുറുക്കിൽ 2 മിനിറ്റ് കൂടി താമസിച്ചേ അവിടെ വീണ് ഞാൻ ചത്തേനെ. റിമി ടോമി എന്നെ കൊന്ന കുറ്റത്തിനകത്തും പോയേനെ. അപ്പം അങ്ങനെ ഒരു എക്സെൻട്രിസിറ്റി ഭയങ്കരമാണ് ഓരോ സീൻ ചെയ്യുമ്പോഴും. അതെനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിനോടുള്ള 100% സിൻസിയറിറ്റി കൊണ്ടായിരിക്കാം പാവം. അത് അവരെടുക്കൂടെ. അപ്പൊ ഈ സിനിമയിൽ നമ്മുടെ കൊച്ചാന്ന് വിചാരിക്കുന്നു. ഫോട്ടോ എടുത്തോണ്ടിരിക്കും. എന്തായാലും ജയറാമേട്ട ഇപ്പൊ റിമിയെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടില്ലേ, അതെന്തൊക്കെയാന്ന് ഒന്നും കൂടെ ഒന്ന് ചോദിക്കാം. ആ ഫോട്ടോ ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. കാരണം കുറെ പേര് ചോദിച്ചു പിള്ളേരൊക്കെ ഉണ്ടോന്ന്. അപ്പൊ ഇത് കാണുമ്പോ ഉറപ്പിച്ചു. റിമിയെ പറ്റിയേ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടാണ് എന്താ പറഞ്ഞത് എനിക്ക് അറിയണം. ജയറാമേട്ടൻ ഇനി എന്തൊക്കെയാ പറയാനുള്ളത്? റിമി ഉർവശിയാണ്, റിമി ശോഭനയാണ്, റിമി ഇനി എന്താണ് അല്ലാതെ ജയറാമേട്ടൻ അറിയും. പടം കാണണമല്ലോ എല്ലാരും. അതൊന്നുമല്ല. ജയറാമേട്ടൻ പറഞ്ഞത് ഇതുപോലൊരു നടിയെ മലയാളം കാത്തിരിക്കുകയായിരുന്നു, ഞാൻ അതിനൊരു കാരണക്കാരനായ എത്രയും വലിയ നടി. പിടി. പിന്നെ ജയറാമേട്ടൻ എന്താ കടുവയെ പോലെ ഇവിടെ 3-4 പാടൊക്കെ ഞാൻ മാന്തിന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നും ജയറാമേട്ടൻ അങ്ങനെ മാന്തുന്ന സീൻ ഉണ്ടായിരുന്നോ? അതല്ല, ഈ ചിലപ്പോ അടിക്കുക അല്ലെങ്കിൽ ദേഹത്ത് പിടിക്കാന്നൊക്കെ പറയുമ്പോ എനിക്ക് അല്ല, പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു റീമി ഇപ്പൊ ഞാൻ ചില പാമ്പിനെ എടുത്ത് ചിലരുടെ കഴുത്ത് കയറി പിടിക്കുക, ഇതിലൊക്കെ അവര് പറയും നമ്മൾ അവർക്കൊക്കെ ഒത്തിരി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടൊക്കെ മയത്തിൽ പിടിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ എനിക്കതറിയില്ല. ഞാൻ പിടിക്കുമ്പോ ഒറ്റപ്പിടുത്തൊക്കെ പിടിക്കും. വേറൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ഇന്നെന്താണ് നിങ്ങൾ ടോം ആൻഡ് ജെറി വേഷം നടത്തിയെന്നോ? അതായത് ആരായിരുന്നു എലി, ആരായിരുന്നു പൂച്ച? ഞാനായിരുന്നു പൂച്ച. ഞാനായിരുന്നു എലിയായിരുന്നു, ഞാൻ പൂച്ചയായിരുന്നു. അപ്പൊ അത് കണ്ടോ ജയറാമേട്ടൻ പറഞ്ഞു പൂച്ചയ്ക്ക് മുയലിലുണ്ടായ ജന്മം. ശരിക്കും ജയറാമേട്ടന്റെ കൂടെ നിൽക്കുമ്പോഴേ കാര്യം നല്ല ലൈറ്റ് ഹൗസ് പോലെ പൊക്കവും കാര്യങ്ങളും അല്ലേ? നേരത്തെ ജയറാമേട്ട ഈ പൊക്കമില്ലാത്തവരെ പറ്റി ജയറാമേട്ടൻ താഴ്ത്തി പറഞ്ഞു. റിമി ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഹീൽസ് ഒക്കെ ഇട്ട്. പിന്നെ ഏതോ സീൻ ചെയ്തപ്പോൾ മാത്രം ഇത്ര ഉണ്ടായിരുന്നു. അപ്പൊ കഴുത്തി പിടിച്ചെന്തോ കടഞ്ഞൂന്നോ കൊന്നൂന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഒരു പാട്ട് സീനിൽ വെറുതെ ഡാൻസ് ഭയങ്കര ഡപ്പാങ്കുന്ന സ്റ്റൈല്. ഞാൻ ഓർക്ക് ഡാൻസ് ഒന്നും ഇല്ലല്ലോ ഓർത്തിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഡാൻസ് വന്നത്. അപ്പൊ അതിലൊരു തോർത്തിട്ടിട്ട് ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ കശ വെച്ചിട്ട് ഒരൊറ്റ ചുമ്മാ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ശരിക്കും അങ്ങ് ഞെക്കി. അപ്പൊ ജയറാമേട്ടൻ ഇവിടെ കഴുത്തൊക്കെ ഇങ്ങനെ ചുമന്നു. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലാന്ന്. Cut. Okay.